ക്ലിയർ ആണോ? ഇതിനകത്ത് ആകൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഏക ആയുധത്തിന്റെ പേരുണ്ടോ? എന്താണ് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ വേണ്ടുന്ന ഏക ആയുധത്തിന്റെ പേര്? ഗ്ലൂക്കോസമൈനാണോ, പ്രോട്ടീൻ പൗഡറാണോ, എന്ത് സാധനമാണ് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ട ഏക സാധനം? ആറ്റിറ്റ്യൂഡ്. ഇന്ത്യ എത്ര അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സീരിയൽ നമ്പർ എത്ര കഴിയുന്നുണ്ട് ഈ ബിസിനസ്സിനകത്ത്? അതല്ലേ എല്ലാം. The one and only thing what is required is called dream. ഇതില്ലാതെ വേറെ എന്ത് സുനാമി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ക്ലിയറാണോ അല്ലേ? ഒന്നോ ഒന്നിൽ കൂടുതലോ നിങ്ങൾക്ക് നാളെ വരെ നേടാൻ പറ്റാത്ത, നേടണമെന്ന് ആഗ്രഹമുള്ള സ്വപ്നങ്ങൾ, അഥവാ ഇവിടെ പറയുമ്പോൾ സ്വപ്നങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീഡ്, ആവശ്യകത. ക്ലിയറാണോ അല്ലേ? ഇത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നന്ന്, ഇനി മിനിമം ഒന്നെങ്കിലും ഉണ്ടാവണം. ക്ലിയറാണോ അല്ലേ? ഒരൊറ്റ സ്വപ്നത്തിൽ കൂടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആളുകൾ 101 എഴുതി വെച്ചിട്ട് നേടിയവരെ എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്നോ ഒന്നിൽ കൂടുതലോ, ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് 10+. ചെറുതും വലുതുമായിട്ടുള്ള നാളെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാതെ പോയ, നേടണമെന്ന് അത്യന്താവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം. ക്ലിയർ ആണോ? ഹലോ, സുഖം നല്ല തണുപ്പമാണ്. ഞാനാണ് താരാട്ടും പാടുന്നത്. അപ്പോൾ അല്ല, എന്താ കേട്ടുകഴിഞ്ഞ് ഓർമ്മ. അപ്പൊ അതുകൊണ്ട് ദയവ് ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലേ? അപ്പം നിങ്ങൾക്കൊരു ആവശ്യമില്ലെങ്കിൽ ആവശ്യം ഉണ്ടാക്കണം. ക്ലിയർ ആണല്ലേ? ഹലോ, എയർ പ്യൂരിഫയർ ആരൊക്കെ ഉപയോഗിക്കുന്നത്? എയർ പ്യൂരിഫയർ ആരൊക്കെ ഉപയോഗിക്കുന്നത്? വീട്ടിലുള്ളവർ? ഈ എയർ പ്യൂരിഫയർ എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ഈ സാധനം നമുക്കൊരു ആവശ്യമായിരുന്നു. നമ്മുടെ പൂർവികരാരെങ്കിലും എയർ പ്യൂരിഫയർ ഉപയോഗിച്ചിട്ടുണ്ടോ? പൂർവികർ നമ്മുടെ അതിന് വരുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എയർ പ്യൂരിഫയറിൽ കിടക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നില്ല. അതാണ് പറഞ്ഞത്, അങ്ങനത്തെ ഒരു ആവശ്യകതയിലേക്ക് എത്തിക്കണം. ഒന്നെങ്കിൽ ആവശ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ടീമിൽ വരുന്ന വ്യക്തിക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അവരോടൊപ്പം ഇരുന്ന് അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ഈ ഓപ്ഷൻ കാണിച്ചു കൊടുക്കുന്നത്. ക്ലിയർ ആണോ അല്ലേ? കാരണം അവർ ഇത്ര നാൾ ജീവിച്ചത് വെസ്റ്റേജ് ഇല്ലതോ. ഞാൻ വെസ്റ്റേജ് കൊണ്ടാണോ ജനിച്ചത്? അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇത്ര നേടിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഞാനിത് കാണുന്നത്. ആ സമയം എനിക്കൊരു വീടില്ല. അതാ 3 മാസം ഞാൻ കളിച്ചു കളഞ്ഞു. എന്നോട് ജ്യോതിഷ് കുമാർ സാർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വീടില്ല. പൈസ പറ്റി പുള്ളിക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്കറിയാം എൻ്റെ വരുമാനം എന്താണ്. ഞാനൊരു ട്രെയിനിങ് എടുത്താൽ എനിക്ക് 12,500 രൂപയാണ് 3 മണിക്കൂർ വെറുതെ കിട്ടും. എന്തായാലും 10 ദിവസം കൂടുതൽ എല്ലാ ട്രെയിനിങ് എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ എന്തായാലും 1 രൂപയുടെ മുകളിലേക്ക് എനിക്ക് ട്രെയിനിങ് കൂടെ ഉണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു പെൻഷനുണ്ട്. എൻ്റെ വൈഫ് സ്വന്തമായിട്ട് ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്, പൊട്ടി. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ജീവിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്ത് പഠിക്കുന്നത്? ഹലോ, ജ്യോതിഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ ബിസിനസ് വരുന്ന സമയത്ത് അദ്ദേഹം ബാങ്കിലൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബം വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അദ്ദേഹത്തിന് എന്ത് നീളമുണ്ടായിട്ടായിരിക്കും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കാർ മേടിക്കാൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഒരു കാറായിരുന്നു പുള്ളിയെ ഡ്രൈവ് ചെയ്തത്. ക്ലിയർ ആണോ? നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നെ കാണിച്ചപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും എനിക്ക് വർക്ക് ചെയ്യില്ല. കാരണം ലൈഫ് സ്റ്റൈൽ എനിക്കുണ്ട്. ക്ലിയർ ആണോ? ഇതിനകത്തൊന്നും പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഹെൽത്തും വെൽത്തും കാര്യം. പിന്നെ എന്നെ ആകെ അട്രാക്ട് ചെയ്യാവുന്ന ഒരേ കാര്യം ഒരു ലെജൻഡറി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൺമറത്ത് പോയാലും എന്നെ ഓർക്കത്തക്കതായിട്ട് എന്തെങ്കിലും വിട്ടിട്ട് പോകാൻ പറ്റുമോ? ക്ലിയർ ആണോ അല്ലേ? അതെന്നെ അട്രാക്ട് ചെയ്യും. കാരണം ഞാൻ എത്ര കാലം കിടന്ന് നേവി വർക്ക് ചെയ്താലും, നേവിയിൽ പുറത്തിറങ്ങി വർക്ക് ചെയ്താലും എന്നെ ഓർക്കത്തക്കതായിട്ടൊന്നും വിട്ടിട്ട് പോകുന്നില്ല. ഇന്ന് പലരും എൻ്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പോലും എന്നെ ഓർക്കാനും എൻ്റെ ജന്മദിനത്തിലോ എൻ്റെ വിവാഹദിനത്തിലോ എന്നെ വിഷ് ചെയ്യാനുള്ള കാര്യം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാകാൻ എന്നെ കൊണ്ട് സാധിച്ചു. ക്ലിയർ ആണോ? അത് വലിയൊരു കാര്യമാണ്. ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇത്രയും വലിയ കാര്യത്തിലേക്കൊന്നും പോകണ്ട. അല്ലാതെ സ്വന്തമായിട്ട് വീടില്ലാത്ത വ്യക്തിക്ക് ഒരു വീട് സ്വന്തമാണോ? യെസ് ഓർ നോ? വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയോട് ചോദിക്കണം വീടിന്റെ മഹത്വം എന്താണെന്ന്. അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പണമില്ലാത്ത, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത, രക്ഷിതാക്കളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ പറ്റാത്ത, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന അവർക്കൊന്നും ഞാൻ ഈ പറഞ്ഞത് അപ്പീൽ ചെയ്യില്ല. എന്നെ അപ്പീൽ ചെയ്യാൻ കാര്യം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്നെ അലട്ടുന്നുണ്ടാവില്ല. ക്ലിയർ ആണോ? സോ ഇറ്റ് വാരീസ്. ഓരോരുത്തരുടെ ജീവിത ശൈലിക്കും ജീവിത തട്ടിനനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് PMF എന്ന് പറയാറുണ്ട്. ഒന്ന്
എന്താ ഇതിന്റെ ഫുൾ ഫോം? പ്രൈം മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. പ്രൈം മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് 9ഓളം കാര്യങ്ങൾ നമുക്ക് അത് കാരണത്തിൽ കൊണ്ടുവരാം. 9 അല്ല, ഒരുപാടുണ്ട്. എങ്കിലും മിനിമം ഒരു 9 കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ പറയാറുള്ളതാണ് അഡീഷണൽ ഇൻകം. ചിലരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യും. ജസ്റ്റ് ഓർണം, ഒരു വീട്ടമ്മ വിദ്യാഭ്യാസമുണ്ട്, കല്യാണം കഴിച്ചു, വീട്ടിലിരിക്കുന്നു, പക്ഷേ മക്കളോ ഭർത്താവോ വേണ്ട രീതിയിൽ റെസ്പെക്ട് കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിന്റെ കാര്യം ഈ വീട്ടമ്മ ഒരു നയാ പൈസയുടെ ഗുണം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നിത്യേന എന്തോരം ഗുണം ഉണ്ടാക്കുന്നു എന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ക്ലിയർ ആണോ? ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് പ്രതിമാസം ഒരു 5000 രൂപ അഡീഷൻ ഉണ്ടാക്കിയാൽ എന്റെ ചെലവുകൾക്കോ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നിൽക്കാതെ എന്നെ മൊബൈലൊന്ന് ചാർജ് ചെയ്യാം, എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് എടുക്കാനുള്ള പൈസ ഇതിൽ ഉണ്ടാക്കിയാൽ വരുമാനം ആരോയില്ല. 5000 രൂപയുടെ കാര്യം 5 ലക്ഷം 50 ലക്ഷം പാട് നിൽക്കട്ടെ. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് കോൾഡ് ആൻ അഡീഷണൽ ഇൻകം. ഒരു സാധ്യതയിൽ കാണാം. റിസോർണോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ജോലിക്കാരനായവൻ വിരമിച്ചവൻ ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒരു വിഘ്നമാവാത്ത അവസ്ഥ. അങ്ങനെ പൈസ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങി വെക്കണം, പൂർണ്ണമാക്കാൻ പൈസ വിഘ്നമാകുന്നവരാണല്ലോ നമ്മളെല്ലാം.